റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ലൈലത്തുൽ ഖദർ എപ്പോഴാണെന്ന് അറിഞ്ഞാൽ ഞാൻ എന്താണ് പറയേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹു ഇന്നക അഫൂൻ, നീ ഏറ്റവും മാപ്പ് നൽകുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, മാപ്പ് നൽകുന്നത് നീ ഇഷ്ടപ്പെടുന്നു. ഫഅഫു അന്നി, അതുകൊണ്ട് എനിക്ക് മാപ്പ് നൽകണമേ. ഇത് സുബ്ഹാനല്ലാഹ് വളരെ ശ്രേഷ്ഠമായ, നമ്മുടെ ജീവിതത്തിൽ എന്തെന്നില്ലാത്ത സ്വാധീനങ്ങൾ ഈ ദുആ കൊണ്ട് ഉണ്ടായേക്കാം. മദീനയിലെ പ്രമുഖരായ പണ്ഡിതന്മാരിൽ ഒരാൾ ഷെയ്ഖ് അബ്ദുൽ റസാഖ് ബിൻ അബ്ദുൽ മുഹ്സിൻ ഹഫളഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് പറഞ്ഞ, നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാകും ആ ഒരു കഥ. കേട്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന്റെ പിതാവ്, അദ്ദേഹം ഇന്ന് ജീവിച്ചിരിക്കുന്ന ലോക മുസ്ലിമീങ്ങളിലെ കിബാറുകളായ പണ്ഡിതന്മാരിൽ ഒരാളാണ് ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ ഹഫളഹുല്ലാഹ്. അദ്ദേഹത്തിന്റെ പിതാവ്, മൂന്നുപേരും, ഷെയ്ഖ് അബ്ദുൽ റസാഖ്, അദ്ദേഹത്തിന്റെ പിതാവ്, മൂന്നുപേരും 27-ാമത്തെ രാവിൽ മദീനയിലാണ് അവരുടെ നാട് മദീനയാണ്. മസ്ജിദ് നബവിയിലേക്ക് സ്കാരത്തിന് വേണ്ടി പോകുമ്പോൾ 27-ാം രാവാണ്. അവർ കാണുന്നത് എന്താണ്? ഒരു കാറിൽ കുറച്ച് ചെറുപ്പക്കാർ ഉച്ചത്തിൽ പാട്ടിങ്ങനെ വെച്ച് കാറിലിരിക്കുകയാണ്, ഉച്ചത്തിൽ മ്യൂസിക് വെച്ചിരിക്കുകയാണ്. 27-ാം രാവിൽ. ഷെയ്ഖ് പറഞ്ഞു, ഞങ്ങൾ എന്ത് ചെയ്തു? അത് കണ്ടപ്പോൾ കാറിൻ്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു, ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾ ഇത് ഓഫ് ചെയ്യുക. ഈ രാത്രി 27-ാമത്തെ രാത്രി, ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്ന ഈ രാത്രി ഏറ്റവും ചുരുങ്ങി നിങ്ങൾ ഓഫ് ചെയ്യുക. എന്നിട്ട് ദുആ ചെയ്യുക, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ഷെയ്ഖ് പറഞ്ഞു, ഞാൻ അവരെ കൊണ്ട് പറയിപ്പിച്ചത്, ഈ ദുആ പറയുക, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, പറയിപ്പിച്ചു. ഷെയ്ഖ് പറഞ്ഞു, ഈ സംഭവമേ ഞാൻ മറന്നുപോയി. പിന്നീട് കുറേ കാലം കഴിഞ്ഞു, മറ്റൊരു രാജ്യത്തേക്ക് ഒരിക്കലൊരു അവിടെ ദീനെക്കുറിച്ച് സംസാരിക്കാൻ ഒരു ദീനി മജ്ലിസിലേക്ക് ഞാൻ ചെന്നു. അപ്പോൾ ചെന്നപ്പോൾ ഒരു ചെറുപ്പക്കാരൻ്റെ അടുത്തേക്ക് വന്നു, നല്ലൊരു ദീനിയായ അടയാളങ്ങൾ മുഖത്തുള്ള താടി വളർത്തിയ ഒരു ചെറുപ്പക്കാരൻ. എന്നിട്ട് എന്നോട് ചോദിച്ചു, ഷെയ്ഖേ, എന്നെ ഓർമ്മയുണ്ടോ? അന്ന് ഇങ്ങനൊരു രാത്രി ആ ഒരു കാറിൽ ഞാനുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു ജീവിച്ചിരുന്നത്. പക്ഷെ അന്ന് ആ ദുആ പറഞ്ഞതിന് ശേഷം എൻ്റെ ജീവിതം മാറി, എൻ്റെ ജീവിതത്തിൽ മാറ്റമുണ്ടായി. എനിക്ക് അല്ലാഹു സുബ്ഹാനഹു തആല തൗബ എൻ്റെ മനസ്സിലിട്ട് തന്നു. നമുക്ക് അയാളുടെ ജീവിതം അതുകൊണ്ട് മാറിയെന്നാണ്. അതുകൊണ്ട് ശ്രേഷ്ഠമായ ദുആ ആണ്, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവിൻ്റെ പേരും അവൻ്റെ വിശേഷണവും എടുത്തു പറഞ്ഞ് അവനോട് മാപ്പ് ചോദിക്കുന്ന ദുആ ആണ്, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ധാരാളമായി ഇത് ചൊല്ലാൻ ശ്രമിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നബിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നബിയുടെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹ പഠിപ്പിച്ച ദുആ ആണ്. നബിയുടെ ഹബീബത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച ദുആ ആണ്, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അതുകൊണ്ട് അത് ധാരാളമായി ചൊല്ലുക.